ഈ കച്ചവടം മൈൻഡ് സെറ്റ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് വെച്ചിട്ട് ഇത് വെച്ചിട്ട് നമുക്കിപ്പോ മറ്റേ ഒരു കഥയുണ്ടല്ലോ, ഒരു അച്ഛൻ പോകുമ്പോ 3 മക്കൾക്കും പൈസ കൊടുത്തു, ഒരാളത് കുഴിച്ചിട്ടു, മറ്റൊരാളത് ഇൻവെസ്റ്റ് ചെയ്തു, മറ്റൊരാളത് കച്ചവടം ചെയ്തു, അങ്ങനെ ഇതുണ്ടല്ലോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ഉണ്ടാവല്ലോ. ഈ പൈസ വെച്ചിട്ട് ട്രാൻസ്ഫറിങ്ങും അല്ലെങ്കിൽ ഈ കച്ചവടവും ഇത് ചെറുപ്പം തൊട്ടേ ഉണ്ടോ? ഇതെന്നറിയോ, ജീവിത സാഹചര്യം പഠിപ്പിച്ചതല്ല. നമ്മൾ ഒരു പോയിന്റിൽ നമുക്ക് മനസ്സിലാവണം നമ്മൾ എന്ത് പേടിക്കാനാ, നമ്മൾ എന്തിനാ പേടിക്കേണ്ട കാര്യമുള്ളത്. കാരണം നമുക്ക് എല്ലാ ആക്ഷനും ഒരു കോൺസിക്വൻസസ് ഉണ്ട്. റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുത്താൽ മതി. നമുക്ക് പൈസ പോയി ഞാൻ കച്ചവടം ചെയ്ത് കുളവാക്കിയിട്ടുണ്ടെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റി എന്റെയാണ്, അത് ഞാൻ തിരിച്ച് റീകൂപ്പ് ചെയ്താൽ മതി. അതിപ്പം ബ്രോയിൽ നിന്ന് ഞാനിപ്പോൾ 500 കൊണ്ട് ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ബ്രോയ്ക്ക് 500 കൊണ്ട് തിരിച്ച് തരിക എന്നുള്ളതാണ് എന്റെ പരിപാടി. അത് ഞാൻ എങ്ങനെ തരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പൊ ബ്രോയെ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. നമ്മളെ എവിടുന്നെങ്കിലും തിരിച്ചു മറിച്ചിട്ടായാലും കച്ചവടം ചെയ്തിട്ടായാലും തിരിച്ചു വരും. അപ്പൊ ആ ഒരു സെറ്റപ്പ് കച്ചവടം എനിക്ക് ഉണ്ടായിരുന്നു തോന്നുന്നു. ബ്ലഡ് ഇല്ല ഹെറിഡിറ്ററി ആയിട്ട് എന്റെ അച്ഛൻ ഇപ്പോ പ്രത്യേകിച്ച് ഒരു കോഴി ഫാം ഒക്കെ റൺ ചെയ്ത് ഇങ്ങനെ ചില്ലായിട്ട് പോകുന്ന ഒരു മനുഷ്യനാണ്. ബ്ലഡ് ലൈനിലുള്ള കാര്യമൊന്നും ബ്ലഡ് ലൈനിൽ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പന്റെ ഫാമിലിയിൽ എവിടെയെങ്കിലും അമ്മയുടെ ഫാമിലിയിൽ എവിടെയെങ്കിലും ആരെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ലാതെ എനിക്ക് തോന്നാനുള്ള എനിക്ക് ഇതൊക്കെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തത് മാത്രമാണെന്ന് തോന്നുന്നില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ലിങ്ക് കിട്ടുമ്പോഴാണ് നമ്മളത് ഡെവലപ്പ് ചെയ്യുന്നത്. എനിക്കിനെ പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പഠിച്ചങ്ങനെ വലിയ ആളായി ഇങ്ങനെ ഹൈ എൻഡ് പൊസിഷനിൽ ഇരിക്കണം എന്നൊന്നുമില്ല. അതിനേക്കാളും മണ്ടയ്ക്ക് ഇരിക്കാൻ ബിസിനസ് ആണല്ലോ നല്ലത്. ഈ ശ്രീലങ്ക പോയ സമയത്ത് നാട്ടിലത്തെ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ കുറച്ചൊന്നും കട്ടാവില്ലേ? ഫ്രണ്ട്ഷിപ്സ് അങ്ങനെ അധികം ഉണ്ടായില്ല എനിക്ക്. ആ ഫ്രണ്ട്ഷിപ്പ് ഉള്ള ഒരാളാണ് ശ്രീലങ്കയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പുള്ളിയുടെ അടുത്തോട്ട് എത്തിപ്പെടുന്നത്. ആ ഒരു സ്കീം അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായില്ല. ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? ശ്രീലങ്കയിലോട്ട് പോകുന്ന സമയത്താണ് അധികം ഫ്രണ്ട്സ് ഇല്ലാത്തത്. കയ്യിലിരിപ്പ് ആ ഒരു രീതിയിൽ അപ്പോഴാണ് ഫ്രണ്ട്സ് ഇല്ലാതായിരുന്നത്. അതിന് മുമ്പ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ 2 സ്കൂളിലൊക്കെ പഠിച്ചേ, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ ഇപ്പൊ സ്റ്റിൽ ഇൻ ടച്ച് കേട്ടോ. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട്. ഞാൻ പറഞ്ഞ അന്ന് അങ്ങനെ ഇവിടെ നിർത്തി അങ്ങോട്ട് പോവാൻ എന്നെ ഇവിടെ ബന്ധിപ്പിച്ച് നിർത്തുന്ന ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല. ഈ പോകണ്ടാ ഞാൻ നിന്നെ മിസ് ചെയ്യും എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അതിപ്പോ ഉണ്ട്. ഇപ്പോഴും ഞാൻ ഭയങ്കര ലിമിറ്റഡാ എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്നുള്ള കാര്യത്തില്. എന്നെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ബ്രോ ഇനി എപ്പോഴും കാണുകയാണെങ്കിൽ ആ എന്റെ വണ്ടിക്കകത്ത് ഇരിക്കുന്ന ഫ്രണ്ട്സാണ് ഫ്രണ്ട്സ്. UK ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോ ആ ഫ്രണ്ട്സ് എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ തിരിച്ചു പോകുമ്പോഴും അവരെന്റെ കൂടെ തിരിച്ചു കയറിയും. അതാണ് ഫ്രണ്ട്സ്. അത് നമുക്ക് വേണമെങ്കിൽ വിരലെണ്ണാം. അത്രേ ഉള്ളൂ. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ചില്ലൻ കാം. ലാസ്റ്റ് ബെഞ്ചർ ആയിരുന്നോ, മിഡിൽ ബെഞ്ചർ ആയിരുന്നോ? ഞാനോ ബാക്ക് ബെഞ്ചർ. എന്താ ഡൗട്ട്? നമ്മളെ ബ്രോ അങ്ങനൊന്നും ഇല്ല. നമ്മള് പാസ്സായ പോരെ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വലിയൊരു ഫോൾട്ട് ഉണ്ട്. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ആരും പൈസ ഉണ്ടാക്കാൻ പഠിപ്പിക്കത്തില്ല. പൈസ ഉണ്ടാക്കുന്ന ഒരാളുടെ അടിയിൽ എങ്ങനെ വർക്ക് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. ഈവൻ ദോ ഇപ്പം നമ്മള് +1 +2 സയൻസും കൊമേഴ്സും, ഞാൻ കൊമേഴ്സ് ആയിരുന്നു. ഈ കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാല് ബിസിനസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ബിസിനസ് സ്റ്റഡീസും സബ്ജക്ട് ഹൗ ടു മേക്ക് മണി എന്നല്ല, ഹൗ ടു വർക്ക് ഉണ്ട് സമ്മൺ ഹു മേക്സ് മണി എന്ന ബിഗ് ഡിഫറൻസ് ഉണ്ട് അതിനുള്ളിൽ. അപ്പം അതിൽ നിന്നൊന്നും നമ്മളൊന്നും പ്രത്യേകിച്ച് ഗ്രാസ്പ് ചെയ്തിട്ടില്ല. അപ്പം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചും കൂടെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പേർക്ക് കുറെ ഇൻഫർമേഷൻസ് കിട്ടും. നമ്മൾ വെറുതെ കാണപ്പാടം പഠിച്ച് പോകുന്ന ഒരു ലൈഫല്ലേ നമുക്ക്. ഞാൻ പറയട്ടെ, ഈ ക്രെഡിറ്റും ഡെബിറ്റും എന്താന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്. ഈ റിയൽ ലൈഫ് വന്നപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡെബിറ്റ് ആണോ വരുന്നത്, ഇപ്പൊ പൈസ വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണെന്ന് കാണിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് അന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത്, ഓ അന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഈ സാധനമാണെന്നോ. അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരാളെ പഠിപ്പിക്കാൻ പറ്റും. നല്ല ടീച്ചേഴ്സ് ഉണ്ടാവണം, അത് വേറെ കാര്യം. എനിക്ക് നല്ല ടീച്ചേഴ്സ് ആയിരുന്നു, ആരും ഞാൻ കുറ്റം പറയുന്നില്ല. ഇനിയിപ്പോ നാളെ അവർ പറയും മോശം പഠിപ്പിക്കുന്നല്ലേ, നമ്മുടെ കയ്യിലിപ്പോട്ട് തന്നെയാണ് പഠിക്കാതിരുന്നത്. ബട്ട് കുറെ കൂടെ റിയൽ ലൈഫായിട്ട് അഡാപ്റ്റ് ചെയ്ത കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ ഒരുപാട് മുന്നോട്ടെത്തിയേനെ. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വലിയ ഫോൾട്ട് ഉണ്ട്. ഷൗട്ട് ഔട്ട് ടു ദ എഡ്യൂക്കേഷൻ സിസ്റ്റം. അത് അങ്ങനെയാണ്. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു ഇൻക്ലിനേഷൻ ഉണ്ടാവുമല്ലോ. ആർട്സ് ഉണ്ടായിരിക്കും, സ്പോർട്സ് ഉണ്ടായിരിക്കും, അത് ചിലപ്പോൾ കുറച്ചുകൂടി ലിറ്റററി സൈഡിലൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, എഴുത്തുണ്ടായിരിക്കും. അൻവിന് എവിടെയാണ് വന്നിരുന്നത്? പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. കുറച്ച് വരയ്ക്കുമായിരുന്നു. സ്പോർട്സിൽ ഇപ്പൊ എന്താ ജാവലിൻ എറിയുമായിരുന്നു. ജാവലിൻ ത്രോയ്ക്ക് ഞാനിവിടെ അവിടെ ഇവിടെയൊക്കെ പോയി മത്സരിച്ചിട്ടൊക്കെ ഉണ്ട് ആ ഒരു സമയത്ത്. അതല്ലാണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. നമ്മൾ വെറുതെ കഴിവുള്ള പിള്ളേരെ നോക്കി നിൽക്കുക എന്നുള്ളത്, അതാണ് നമ്മുടെ കഴിവ്. ഒരാളെങ്ങനെ നോക്കി നിൽക്കാലോ. സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും അവർക്ക് കഴിവുണ്ട്, ആ ഒരു രീതി. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും ഉണ്ടായില്ല. അത് ഞാൻ പറയാൻ മടിയൊന്നുമില്ല എനിക്ക്. നമുക്കില്ലാത്ത കാര്യം നമുക്കില്ലെന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ ഈ ആളുകളായിട്ട് സംസാരിച്ചിട്ട് ബിസിനസ് ഡീലായാലും അത് ക്രാക്ക് ചെയ്യാനും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോഴായാലും ശരി, നമ്മൾ അവരുടെ കൂടെ നിലനിന്ന് അവർക്കൊരു ഫീൽ ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ അൻവിന്. അത് സെയിൽസ് എനിക്ക് ഈസിയാ.
അത് ഞാൻ പറഞ്ഞു, അത് നമ്മൾ ലൈഫ് പഠിപ്പിച്ച സാധനമാണ്. ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം നമ്മളത് ഡെവലപ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവണം. സെയിൽസിൽ ഒരു എക്സാമ്പിൾ കാണിക്കണം. വെറുതെ ഒരാളെ പിടിച്ചിട്ട് ഒരു ആടിനെ പിടിച്ച് ഇത് പട്ടിയാന്ന് പറഞ്ഞ് വിൽക്കാൻ പാടില്ല. പക്ഷെ നമ്മളത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആട് വാലാട്ടത്തിന്റെ പേരിൽ അത് പട്ടിയെന്ന് പറഞ്ഞ് വിൽക്കാൻ എനിക്കറിയാം. ഓക്കെ, സെയിൽസ് നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യും. എനിക്ക് സെയിൽസ് ഇഷ്ടമുള്ള പരിപാടിയാ. പ്രൗഡ് ടു സേ ഞാനൊരു സെയിൽസ്മാൻ ആണ്. എനിക്ക് ബിസിനസ് ഡീൽസ് ക്ലോസ് ചെയ്യാൻ ഇഷ്ടമാണ്, മീറ്റിംഗ്സിന് പോകാൻ ഇഷ്ടമാണ്. ഇങ്ങനത്തെ പരിപാടീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. ഞാനങ്ങനെ സ്ട്രെസ് അടിച്ച് ബിസിനസ് ചെയ്യുന്ന ഒരാളല്ല. സ്ട്രെസ്ഫുൾ ആയിട്ട് ബ്രോ, ഈ ബിസിനസ് ഇൻ ദ സെൻസ് ലൈക്ക് ഞാനൊരു മില്യനെയറോ ഒന്നും അല്ല. എനിക്ക് വേണ്ടത് ഫൈനാൻഷ്യൽ ഫ്രീഡം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, എനിക്കിപ്പം ഇന്ന് എവിടെയും പോകണ്ടേ, ഇന്ന് എവിടെയും പോകണ്ട, ഇന്ന് എവിടെയും പോകണോ, ഇന്ന് എവിടെയും പോവാം. ആ ഒരു ഫ്രീഡമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലൈഫ്. അല്ലാണ്ട് നമ്മൾ റിട്ടയർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ആൾക്കാർ വിചാരിക്കുന്നത് ലൈക്ക് മില്യൻസ് ആൻഡ് മില്യൻസ് ഓഫ് ഡോളേഴ്സും കൊണ്ട് റിട്ടയർ ചെയ്ത് ആ ഒരു സ്കീം അല്ല. ലൈക്ക് ഐ ഹാവ് മൈ ഫൈനാൻഷ്യൽ ഫ്രീഡം. എനിക്കിപ്പം ഇവിടെ വരണോ, ഇപ്പം ഞാൻ ഇങ്ങോട്ട് വന്നില്ല, ഞാൻ 23rd ഇങ്ങോട്ട് കയറി വന്നു, 13th ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ. ആ ഒരു വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 14th പോയാൽ മതിയോ, ആയിക്കോട്ടെ 14th പോയാൽ മതി. അത് എൻ്റെ ഒരു ഡിസിഷൻ എടുക്കാൻ തരുന്ന ഒരു ഫ്രീഡം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഈ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം കൊണ്ട് ഉദ്ദേശിച്ചത്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് വേണം ചെയ്യാം ബ്രോ. ഒരു ബോട്ടിൽ ഓഫ് വാട്ടർ ഇത് നമുക്ക് പൈസ നോക്കാതെ വാങ്ങാൻ പറ്റുന്നതാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം. അത് ഉണ്ടായാൽ മതി. അല്ലാണ്ട് നമുക്ക് ഒരുപാട് പൈസയൊന്നും ഞാൻ എവിടെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ചില്ലാൻ കാമായിട്ട് ലീവ് ചെയ്ത് പോവാ. മരിക്കുന്നവരെ നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റും, അതെന്തായാലും എനിക്കറിയാം. പക്ഷേ അതുവരെ ഇങ്ങനെ പോകാൻ തന്നെ എനിക്ക് താല്പര്യമുള്ളൂ. എന്താ ഓർമ്മയിലുള്ള ക്രാക്കായ ഒരു ബിസിനസ് ഡീല് പറഞ്ഞു. ഓഗസ്റ്റ് മാസം 16 ആയിരുന്നു ഏകദേശം ലൈഫ് ഒന്ന് സ്പ്ലിറ്റ് ആയത്. ഐ മീൻ ലൈഫ് ഒന്ന് ബിഗ് ആയത് 2019. ഓക്കെ, അതൊരു നല്ല സമയമായിരുന്നു എനിക്കത്. കറക്റ്റ് ചെയ്യാൻ ഓർത്തിരിക്കാൻ കാരണം ഒന്ന് എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ, ഒന്ന് എനിക്ക് ഡീൽ ചെയ്യാൻ ക്ലോസ് ചെയ്ത ദിവസമാണ്. കാരണം ഞങ്ങളൊരു സാധാ കമ്പനിയിൽ നിന്ന് വലിയൊരു ഡീല് പിടിച്ചിട്ട് അതൊരു മാസീവ് കമ്പനി ആവുന്ന ദിവസം അത്. അതായത് നെക്സ്റ്റ് ഡേ തൊട്ട് ആ കമ്പനി ലൈക്ക് ഹ്യൂജാ. അത് നമ്മൾ ഡീല് ക്ലോസ് ചെയ്ത് ബ്രോ. ഈ ഡീല് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ, എനിക്ക് നല്ല വണ്ടികളൊന്നും ഇല്ല. നല്ല വണ്ടികളില്ലാത്തപ്പോ സ്യൂട്ടൊക്കെ ഇട്ടിട്ട്, ഈ സ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു ചാത്തൻ കടയിൽ പോയിട്ട് വാങ്ങിച്ചിട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത്, എനിക്ക് തടിയൊന്നും ഇല്ലല്ലോ, നമ്മൾ ഉള്ളിലൊരു ഡ്രസ്സൊക്കെ ഇട്ട് കറക്റ്റ് ഫിറ്റ് ചെയ്ത് ഒക്കെ വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ പോകുമ്പോൾ, നമ്മളൊരു ഡീലിന് പോകുമ്പോൾ ഒരു സോപ്പ് പെട്ടി കാർ കൊണ്ട് നമ്മൾ പോവാ. ഓക്കെ, ആ ഡീലിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വലിയ കമ്പനിയുടെ ആളാന്നൊക്കെ പറഞ്ഞിട്ടല്ലേ പോവാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മള് വണ്ടി ഏതെങ്കിലും മൂലയ്ക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഏതെങ്കിലും നല്ല വണ്ടിയുടെ ഇടയിൽ കൂടെ ഇറങ്ങി വരും. ഞാൻ ഇങ്ങനെ വരുന്ന ഒരാളാണെന്ന് കാണിക്കണമല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ കയറി വന്ന് പോയി സംസാരിച്ച്. ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഫസ്റ്റ് ഡീൽ എന്ന് പറയുന്നത് ഞാനൊരു മൾട്ടി മില്യൺ കമ്പനിയുടെ ഓണറാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് കോൺട്രാക്ട് പിടിക്കുന്നത്. പിടിക്കപ്പെടുന്നില്ല, നമ്മള് കാമായിട്ടൊക്കെ കാര്യം പറഞ്ഞാൽ മതി. കോൺഫിഡൻസ് അല്ല, പിടിക്കപ്പെടുന്നില്ല. നമ്മളെങ്ങനെ പിടിക്കപ്പെടും? നമ്മള് പോയിട്ട് ഞാൻ ബ്രോയോട് സംസാരിക്കുന്ന കാര്യം, ഇപ്പൊ ബ്രോ ഇപ്പൊ എന്ത് കേട്ടില്ല ഇത് വിശ്വസിക്കുന്നത്, ഇത് ചിലപ്പോ സത്യമാകാൻ കള്ളവാ. ഞാൻ ഈ ബ്രോയോട് പറയുന്ന ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഇതേ കോൺഫിഡൻസോട് തന്നെയാണ് ഞാൻ അവിടെയും പോയി സംസാരിക്കുന്നത്. കാമായിരുന്നു, നല്ല ഡീലായിരുന്നു. അതൊരു ചെറിയൊരു കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ ബേസിക് കോൺട്രാക്ട് കിട്ടി. നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കോൺട്രാക്ട് ആയത്. നമുക്ക് ഡേ ടു ഡേ ലിവിങ് ഒക്കെ മീറ്റ് ചെയ്യാം. പിന്നെ കോൺഫിഡൻസ് കൂടുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് ലൈഫ് വാസ് ഗുഡ്. അത് ഇപ്പോഴും ആ കമ്പനീസ് ഉണ്ട് എനിക്ക്, അത് ഇപ്പോഴും റണ്ണിങ്ങിലാണ്. കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തപ്പിയാൽ കിട്ടുന്നില്ല, അങ്ങനെ മൊത്തത്തിൽ എൻ്റെ തപ്പിയാൽ കിട്ടത്തില്ല. നമ്മുടെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അധികം ഇല്ല. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കളിച്ചോണ്ടിരിക്കുന്നതാണ്. അതാ ഞാൻ പറഞ്ഞ ലൈഫ് ഈസ് സ്റ്റിൽ